ഇങ്ങോട്ട് കയറിയോ ആ ഡ്രൈവറും കണ്ടക്ടറൊന്നും ഒന്നിറങ്ങിയാ നേടാ വന്നിറങ്ങിയാന്ന്. ഇന്നലെ ഒരു കൊച്ചിനെ വണ്ടി നിർത്താൻ പേടിച്ചേച്ച് പോയില്ലേ, നമുക്കൊരു ചായ കുടിച്ചേച്ച് വന്നോ. എടാ ചായ എടുത്താ പുള്ളിക്ക് കൊടുക്കാനായിട്ട് മോനെ ഇറങ്ങിയോ. അമ്മമാരാണ് ഇതിന് ഓടിയേ, ഇയാളല്ലേ ഇതിന് വണ്ടി മേടിച്ചത്. പിന്നെ ആ ചായ ഈ സമയം അവിടെ തകർത്തോ. ഇത് വേറെ പതുക്കെ ഊതി മൊത്തം തിരക്കല്ലേ, തിരക്കൊക്കെ മാറി ഇത് പതുക്കെ ഊതി പതുക്കെ ഊതി കുടിക്കുക, പതുക്കെ ഊതി കുടിക്കുക. നീ അവിടെ നിന്ന് പതുക്കെ ഊതി കുടിക്കാൻ ഊതി കുടിക്കുക. ആ നീ അവിടെ മാറിയിക്കാം. നീ ഇപ്പോൾ ഇന്നലെ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഡോറല്ലേ അല്ലേ, ഒരു ക്ലാസ് മേടിച്ചാൽ നിന്റെ ഇന്നലെ ഓട്ടോമാറ്റിക് ഡോറല്ലേ, ഓട്ടോമാറ്റിക് ഡോറിൽ നിങ്ങൾ തീരുമാനിക്കാണ്ട് തുറന്നിറങ്ങൂലല്ലോ, ഇറങ്ങൂലല്ലോ. ഇറങ്ങി പഠിക്കാൻ പയ്യൻ വീണ അവനെന്താ പറ്റിയത് അറിഞ്ഞാൽ തന്നെ രാത്രി വീട്ടിൽ പോയില്ലേ. ഒരു ക്ലാസ് കൂടെ ഒന്ന് മേടിച്ചാ അത് മതി. സമയമുണ്ടോന്ന് അറിയണം. ഇങ്ങോട്ട് പറയണം. തലേക്കോട്ട് കുടിക്കുക, നീ കുടിച്ചത് കുടിക്കണ വെള്ളം കുടിക്കുക. ഊതി അല്ലല്ല വെള്ളം ഊതി കുടിക്കാം, പതുക്കെ ഊതി കുടിച്ചു പോയാൽ മതി. കുടിക്കുന്നതിനെ കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? എന്നാ കുടിക്കുന്നത് ഇല്ല. അല്ലല്ല അത് സാറേ നാട്ടുകാരുടെ പൊതു വിഷയ, ഇത് നാട്ടുകാരുടെ പൊതു വിഷയ. ഈ വണ്ടി സ്പീഡോട്ട് പറഞ്ഞാൽ ആരും ഇടപെട്ടിട്ടില്ല. നീ കുടിച്ചേച്ച് പോയാൽ ഞങ്ങൾ കുടിച്ചേച്ചു പോയാൽ മതി. ഇത് കുടിച്ചേച്ച് പോയാൽ മതി. നീ കുടിച്ചിട്ട് പോയാൽ ഇല്ലില്ല വണ്ടി പോകില്ല. കുടിക്കാണ്ട് വണ്ടി പോകില്ല. സാറേ കുടിക്കാണ്ട് വണ്ടി പോകില്ല. ഇല്ലില്ല അല്ലല്ല എന്ത് ഇതാണ് ജീവന്റെ വിഷയം. ജീവന്റെ വിഷയം ഇതൊക്കെ, ഇതൊക്കെ ജീവന്റെ വിഷയ. കുടിച്ചിട്ട് പോയാൽ നിങ്ങൾ വണ്ടി പിടിച്ചോ, വണ്ടി പിടിച്ചോ, വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാം. നമ്മളെ ഒരു 30 കിലോമീറ്റർ സ്പീഡിലോ ഹെൽമെറ്റ് വെക്കാണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കലോ, അവിടെ നിന്ന് ഫോട്ടോ എടുക്കലോ. ഈ വണ്ടിയൊക്കെ ഹെലികോപ്റ്റർ പോകണല്ലോ. ആ പിന്നല്ലേ 30,000 25,000 മുഴുവൻ യാത്രക്കാർ പറഞ്ഞു. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കണ്ട. ഈ വണ്ടിയിൽ ആൾ വേണ്ടി മരിച്ചാൽ നിങ്ങൾ സമാനം പറയല്ലോ. അങ്ങനെ വേണ്ടതേ, അങ്ങനെ വണ്ടി ഇവിടുന്ന് കൊണ്ടുപോകില്ല. നീ അത് കുടിച്ചാൽ നിനക്ക് നിന്റെ വണ്ടി ഇവിടുന്ന് മുഴുവൻ പ്രൈവറ്റ് ബസ്സിലുള്ള പിള്ളേരെ കയറ്റാൻ അവനിപ്പോ ഇറങ്ങിയതാന്നേ, അവനിപ്പോ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിയതാ. ഈ ഇവന്റെ ഡ്രൈവർ ഇവനിപ്പോ ഇടയ്ക്ക് വെച്ച് മാറി കയറിയതാ. നമ്മൾ ഈ വണ്ടി പൂമാലയെന്ന് പോരുമ്പോൾ തൊട്ടുണ്ട്. ഒറ്റ വണ്ടി വേണ്ടി ഓടില്ല ഈ സൈസ് രീതിയിലാണെങ്കിൽ ഒരു പരാതി നമ്മളതിന് കൃത്യമായ നടപടിയെടുക്കും. വണ്ടി പോട്ടെ, ഇനി പോക്കാം. മൂവാറ്റുപുഴയിലെ കഴിഞ്ഞ കുറേ നാളുകളായി പ്രൈവറ്റ് ബസ്സുകാർ വളരെയധികം അമിത വേഗത്തിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലെ മൂവാറ്റുപുഴ ബ്ലോക്ക് കവലയിൽ എറണാകുളത്ത് നിന്ന് പഠിത്തം കഴിഞ്ഞു വന്ന ഒരു വിദ്യാർത്ഥി ബസ്സുകാർ അശ്രദ്ധമായി വണ്ടി ഓടിച്ചെന്ന് മാത്രമല്ല ബസ് നിർത്തിക്കൊടുക്കുന്നു എന്ന വ്യാജേന ബസ്സിൻ്റെ ഓട്ടോമാറ്റിക് ഡോറ് തുറന്ന് ആ വിദ്യാർത്ഥി ഇറങ്ങുന്നതിന് മുമ്പ് വണ്ടി എടുത്തതിൻ്റെ ഫലമായി ആ വിദ്യാർത്ഥി റോട്ടിൽ വീണ് പരിക്കുൾപ്പെടെ ഏൽക്കുന്ന അവസ്ഥയുണ്ടായി. ഇതിങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുവന്നപ്പോഴാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ വേറെ വണ്ടി തടയുന്നതിനോ അക്രമ മാർഗങ്ങൾക്ക് ഒന്നും പോയിട്ടില്ല. ഞങ്ങൾ ചെയ്ത ഒരൊറ്റ പരിപാടി മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ അമിത വേഗത്തിൽ ഓടുന്ന ആളുകൾ അവരുടെ അമിത വേഗം കുറയ്ക്കുന്നതിന് വേണ്ടി കച്ചേരി താഴത്ത് ബസ് നിർത്തി അവർക്ക് ഒരേ ഗ്ലാസ് ചായ കൊടുത്ത് ആ ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന സമീപനമാണ് ഡിവൈഎഫ്ഐ എടുത്തിട്ടുള്ളൂ. ഇത് ഈ മൂവാറ്റുപുഴയിൽ അമിത വേഗത്തിൽ ഓടുന്ന മുഴുവൻ പ്രൈവറ്റ് ബസ്സുകാർക്കുമുള്ള
ഒരു താക്കീതായി കണക്ക് കൂട്ടണമെന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ.